ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. അവതാരകയോട് ക്ഷോഭിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്കിടെയാണ് സംഭവം. അവതാരകയുടെ നന്ദി പരാമർശമാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാനത്തിന് ആശ്വാസം. 13,600 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര അനുമതി. സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് നടപടി. LPG സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് യുപിയിൽ ഒരു കുടുംബത്തിലെ 5 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചവരിൽ 3 കുട്ടികളും ഉൾപ്പെടുന്നു. അപകടത്തിൽ 4 പേർക്ക് ഗുരുതര പരിക്ക്. കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറ ടെർമിനലിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. കൊൽക്കത്തയിൽ നിന്ന് ഓൺലൈനായാണ് പ്രധാനമന്ത്രി മെട്രോ ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇതോടെ കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടം പൂർത്തിയായി. കർഷക പ്രക്ഷോഭം കടുപ്പിച്ചതിന് പിന്നാലെ ഡൽഹിയിൽ വൻ സുരക്ഷ ഏർപ്പെടുത്തി. റെയിൽവേ മെട്രോ സ്റ്റേഷനുകളിൽ അർദ്ധസൈനികരെ വിന്യസിച്ചു. അതിർത്തി മേഖലകളിൽ വാഹന പരിശോധന കർശനമാക്കി. കൊലയാളി മൃഗങ്ങളെ കൊല്ലുന്നതിൽ തെറ്റില്ലെന്ന് CPM MLA MM മണി. ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കേണ്ടത് സർക്കാരെന്നും MM മണി. കാട്ടുപോത്താക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ നിന്ന് LDF, UDF, BJP ഹർത്താൽ. കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൈമാറും. കാട്ടുപോത്തിനെ മയക്കുവെടി വയ്ക്കാൻ സർക്കാർ ഉത്തരവ്. ഗവർണർ സർക്കാർ പോരിനിടെ ആരിഫ് മുഹമ്മദ് ഖാനുമായി ചായ പങ്കിട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും. മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയപ്പോഴാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സത്കാരം മുഖ്യമന്ത്രി സ്വീകരിച്ചത്. പ്രദർശനത്തിന് തയ്യാറെടുക്കുന്ന ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് നിസാം റാവുത്തർ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. പത്തനംതിട്ട കടമ്മനിട്ടയിലെ വീട്ടിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. പുതുച്ചേരിയിൽ കാണാതായ 9 വയസ്സുകാരുടെ മൃതദേഹം അഴുക്കുചാലിൽ. കൈകാലുകൾ കയറുകൊണ്ട് ബന്ധിച്ച നിലയിൽ. കുട്ടിയെ കാണാതായത് മാർച്ച് 2-ന്. അന്വേഷണം ഊർജിതം. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.